ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ഓട്ടോ തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ ഫ്ലോറ റെസിഡൻസിയിൽ വെച്ച് നടന്നു. പെരുമ്പാവൂർ മേഖലയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിവരുന്ന തൊഴിലാളികളുടെ സംഘടിത ശക്തി വിളിച്ചറിയിച്ചുകൊണ്ടുള്ള നിയോജക മണ്ഡലം കൺവെൻഷനാണ് നടന്നത്. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് വളരെ പ്രതിസന്ധി നേരിടുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഫെയർ സ്റ്റേജ് തീരുമാനിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ഫെയർ സ്റ്റേജ് പുനഃസ്ഥാപിക്കണം, ചർച്ചകൾ നടത്തണമെന്ന് ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന മിനിമം കൂലി എന്ന് പറയുമ്പോൾ 30 രൂപയാണ്. അതൊക്കെ വർദ്ധിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ESA പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് അത് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ BJP അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ESA പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. ഇതുവരെയായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. BMS എന്ന തൊഴിലാളി സംഘടന അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാജ്യത്തൊട്ടാകെ പ്രകടനം നടത്തിയതാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ESA ആനുകൂല്യം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. നാളിതുവരെയായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ ESA പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ മിനിമം ചാർജ് വർദ്ധിപ്പിക്കണം. തൊഴിലാളികൾ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ, പോലീസിൻ്റെയും അതുപോലെ RTO ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെ അതിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഗവൺമെൻറ് ലക്ഷക്കണക്കിനായ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ മേഖല, സ്വയം തൊഴിൽ എന്ന നിലയിൽ ജോലി ചെയ്യുന്ന ഈ മേഖലയെ ഒരു രീതിയിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റുകൾ ഇവരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ ഓട്ടോറിക്ഷ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെതിരായി ഞങ്ങൾ രൂപം കൊടുക്കും എന്നുകൂടി ഈ തന്നത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. എപ്പോഴും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓടിക്കുന്നതിന് 5 രൂപ കൂടുതൽ കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യമില്ല. ഒരു 10 രൂപ കൂടുതൽ കൊടുത്താൽ എന്താണ്? അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു? അവരുടെ മക്കൾ എങ്ങനെ പഠിക്കുന്നു? അഹോരാത്രം രാത്രിയും പകലും കിടന്ന് ഓട്ടോറിക്ഷ ഓടിച്ചാൽ എന്തെങ്കിലും കിട്ടും. അപ്പൊ എന്തെങ്കിലും കുറച്ച് രൂപ കൂടുതൽ കൊടുക്കാനുള്ള മനസ്സുണ്ടോ? ഞാൻ എവിടെ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോയാലും ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണം വാങ്ങിച്ചോളൂ. അതെനിക്കൊരു സന്തോഷമാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് സത്യസന്ധത എന്നത് പാലിക്കേണ്ടതാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ 5-10 രൂപ കൂടുതൽ ചോദിച്ചാൽ അത് കൊടുക്കാനുള്ളൊരു മനസ്സ് എന്തുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല? എത്രയോ പണം ദൂർത്തടിക്കപ്പെടുന്നു നമ്മൾ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഓട്ടോറിക്ഷ കാശിന്റെ അല്പം കൂടുതൽ അവന്റെ മക്കൾക്ക് വസ്ത്രം വാങ്ങാനും, അവന് ഭക്ഷണം കഴിക്കാനും, അവന്റെ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും, അവന്റെ വീട്ടിലെ കറണ്ട് ചാർജടിക്കാനും ഒക്കെയാണ് എന്ന ചിന്താഗതി, തന്റെ വീട്ടിലേതാണ് എന്ന ചിന്താഗതി ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടുതൽ കൊടുക്കും. അഡ്വക്കേറ്റ് ബേസിൽ ജോയി സ്വാഗതം പറഞ്ഞു. INTUC റീജിയണൽ പ്രസിഡന്റ് VE റഹീം അധ്യക്ഷത വഹിച്ചു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബാബു സാനി ID കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറിയും മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP അവറാച്ചൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, കുറുപ്പുംപടി മണ്ഡലം പ്രസിഡന്റ് ബിജോയ് വർഗീസ്, ബാബു സാനി, അലി അറക്കിപ്പടി, അലിയാർ MI, INTUC ജില്ലാ സെക്രട്ടറി AV ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജില്ലാ കമ്മിറ്റി അംഗം CB ബെന്നി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.